കഴിഞ്ഞൊരു വീഡിയോയിൽ ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ പോത്തീസിൽ നിന്നും പരാഗിയിൽ നിന്നും ഒക്കെ ആയിരുന്നു ക്ലോത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരാഗിയിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം വാങ്ങിച്ചതിന് ഈ ഒരു DC മെറ്റീരിയലാണ്. ഇതൊരു ടോപ്പും സ്കേർട്ടും ഒരു കൊച്ചുകുട്ടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ടോപ്പ് പോർഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ്. ഇതൊരു DC മെറ്റീരിയലാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റിയ ഒരു സാറ്റിൻ ലൈനിങ് ആണ്. പിന്നെ അടുത്തുള്ളത് അതിൻ്റെ ഒരു പ്ലെയിൻ നെറ്റാണ്. നമ്മുടെ നോർമൽ സോഫ്റ്റ് പ്ലെയിൻ നെറ്റാണ്. ഇതിനും അതേ സെയിം ലൈനിങ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വാങ്ങിയത് സിബ്ബാണ്. അതിന് മാച്ചായിട്ടുള്ളൊരു കളർ സിബ്ബ് ബാക്കിൽ വെക്കാനായിട്ട് അതിനൊരു മാച്ചുള്ള സിബ്ബ്. പിന്നെ വാങ്ങിച്ചത് പഫ് നെറ്റാണ്. ആ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് പഫിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പഫ് നെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന് വയ്ക്കാനായിട്ടുള്ള ഹാങ്ങിങ്സ് ആയിരുന്നു. ഇത് ഞാനൊരു കോൺട്രാസ്റ്റ് കളറാണ് എടുത്തത്. നോർമലി ഞാൻ ഹാങ്ങിങ്സ് ഹാൻഡ് വർക്കായിട്ട് ചെയ്യലാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് ടൈം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ലേസ് എടുത്തത്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ത്രെഡ്. ഇനി അടുത്ത് പോത്തീസിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. പോത്തീസിൽ നിന്ന് ഞാൻ ഈ ഒരു നെറ്റ് കോട്ട മെറ്റീരിയലാണ് എടുത്തത്. ഇതൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്, ഒരു കാഷ്വൽ വെയർ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. ഇതിൽ ലൈനിങ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കോട്ടൺ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.